ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ചോറ് കുക്കറിലോട്ട് വെക്കുമായിരുന്നേ. അപ്പോൾ നമുക്കിന്ന് മാവൊക്കെ അരി ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സാമ്പാർ വെക്കാനുള്ള കഷ്ണമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അത് നമുക്ക് കുക്കറിലാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത് കേട്ടോ. കുക്കറിലോട്ട് നമുക്കിപ്പം സവാളയൊക്കെ ഒന്ന് വാട്ടി പൊടിയൊക്കെ ചേർത്തിട്ട് പരിപ്പും ഈ കഷ്ണങ്ങളും ഇട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവും കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമുക്കിന്ന് എന്താ പറയുക, വൻപയർ മെഴുക്കുവരട്ടിയുണ്ട്, കോവയ്ക്ക തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവ് നമുക്കൊന്ന് ഇഡലി തട്ടിലോട്ട് കോരി ഒഴിക്കാവേ. തട്ടി ഞാൻ ആദ്യം ഒന്ന് എണ്ണ പുരട്ടിയിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. കോവയ്ക്കൊക്കെ അരിഞ്ഞുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഇഡലി റെഡി ആകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് എടുത്ത് വെക്കാം. പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അധികം ഒട്ടിയൊന്നും പിടിക്കില്ല. അപ്പോൾ വൻപയർ നമുക്ക് കുക്കറിലോട്ടൊന്ന് വെക്കാം. അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. വെണ്ടയ്ക്ക് അപ്പം നമുക്ക് സാമ്പാറിനകത്തോട്ടൊന്ന് വഴറ്റി ചേർക്കാം. വേറെ നമ്മൾ സാമ്പാർ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൻകുട്ടൻ ഇന്ന് നേരത്തെ ഇറങ്ങിയിരിപ്പുണ്ട് സ്കൂളിൽ പോകാൻ. അപ്പോഴത്തേക്ക് നമുക്കിന്ന് ഇതൊക്കെയാണ് കറി. തോരനും മെഴുക്കുവരട്ടിയും സാമ്പാറും ഉള്ളൂ കേട്ടോ. ഇന്ന് മീൻ മേടിച്ചിട്ടില്ല. പിന്നെന്തുമായിരുന്നു, അപ്പോഴത്തേക്ക് ഇന്ന് കണ്ണപ്പിയുടെ കൃഷിയാണ് കേട്ടോ. മിറക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ആരും ചെല്ലരുതെന്ന് തുടരുന്നൊക്കെ പറഞ്ഞാൽ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറി മേടിക്കാണ്ടായിരുന്നേ. പിന്നെ വരുന്ന വഴിക്ക് ഇപ്പോൾ കണ്ണൻകുട്ടൻ കുറച്ച് ദിവസം കൊണ്ട് മീനിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ വഴക്കിടുന്നുണ്ട്. അപ്പോൾ അവന് സർപ്രൈസായിട്ട് മീനൊക്കെ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.